വി എസ് കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ എല്ലാ വഴികളും സ്വീകരിച്ചിരുന്നു. അഴിമതിക്കെതിരെയുള്ള നിയമയുദ്ധങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങളെടുത്ത സമീപനങ്ങൾ, ഭരണപരമായെടുത്ത നിലപാടുകൾ, സമരങ്ങളുടെ ത്യാഗങ്ങളിലൂടെ എല്ലാ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ എല്ലാ രൂപങ്ങളെയും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ശക്തമായി, സമൂഹത്തിന് വേണ്ടി, തൊഴിലാളി വർഗത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്ന നേതാവായിരുന്നു വി എസ്. ഏറ്റവും ശക്തനായ വക്താവായി എക്കാലവും നിലനിന്ന ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, ഭരണകർത്താവായിരുന്നു സഖാവ് വി എസ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ജനകീയ പ്രശ്നങ്ങൾ, ആ ജനകീയ പ്രശ്നങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അഴിമതിരഹിതമായ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം അടക്കമുള്ള നിരവധി പോരാട്ടങ്ങളൊക്കെ നടത്തുമ്പോൾ തികച്ചും ആർജവത്തോടുകൂടി, നല്ല ആത്മശക്തിയോടുകൂടി ഇടപെടാനും പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും കഴിയുന്നത് സത്യസന്ധമായിട്ടുള്ള പൊതുപ്രവർത്തനവും അഴിമതിരഹിതമായ പൊതുജീവിതവും നയിച്ചു എന്ന ആത്മബലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിലൊരു വ്യക്തിയെ ഒരുപക്ഷെ ഇനി കേരളത്തിന് ലഭിക്കുമോ എന്ന കാര്യം തന്നെ സംശയമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഇച്ഛാശക്തി, പൊളിറ്റിക്കൽ വിൽ, അത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും അചഞ്ചലമായി നിന്നുകൊണ്ട്, അക്ഷോഭ്യനായി നിന്നുകൊണ്ട് ആ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനുള്ള ആത്മബലവും ആ ഒരു ധൈര്യവും കരുത്തും ശക്തിയും അനിതര സാധാരണമെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ആ ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ശരിയുടെയും നീതിയുടെയും മുഖം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സഖാവ് വി എസിന് പകരം വെക്കാൻ മറ്റൊരാൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിലില്ല.